വെള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അതായത് നമ്മുടെ കൂടെയുള്ള ശാലു എന്ന് പറഞ്ഞ ചേട്ടൻ നാട്ടിലോട്ട് പോവുകയാണ് കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ശാലുവിനെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ 2-3 വീഡിയോയിലുണ്ടായിരുന്നു. ഈ സൗദി വന്ന് ഇട്ട വീഡിയോയിൽ നമുക്ക് ഇവിടെ വന്നപ്പം നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനും എല്ലാ കാര്യത്തിനും അണ്ണായിരുന്നു നമുക്ക് കട്ട സപ്പോർട്ട്. അപ്പം നമ്മുടെ കൂടെ ഇത്ര നാൾ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ പോകുമ്പോൾ ഒരു വിഷമം. അണ്ണ എന്തായാലും നാളെയാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നുണ്ട്. അണ്ണകത്ത് റെഡിയാകും, അണ്ണൻ കൂടെ വരട്ടെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ കടയ്ക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്ത് മേടിക്കണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ വട്ടം തല്ലി നടക്കുകയാണ്. ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഞങ്ങളിവിടെ മൊത്തം കറങ്ങി അടിച്ച് നടക്കുക. അണ്ണൻ പറയുന്നു അണ്ണന് കോട്ട് മതിയെന്ന്. കോട്ട് ഇട്ടുകൊണ്ട് നാട്ടിലോട്ട് പോകാൻ. ശങ്കർ ദാസ് എന്തായാലും ഞങ്ങൾ നോക്കട്ടെ. ടൈയൂടെ മേടി, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്താൽ മതിയില്ലേ റീൽസ് ചെയ്യാൻ. കണ്ണാടിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ വേറെ ആയിട്ടുണ്ട്. നമ്മൾ വാർത്തയൊക്കെ വായിക്കുന്ന വീഡിയോ ഗൈസ്. അപ്പം ഇവിടെ മൊത്തം നമ്മുടെ ചെരുപ്പ് സെക്ഷനാണ്. ഷൂവ് മൊത്തം ബ്രാൻഡഡ് സാധനങ്ങൾ മൊത്തം കിടപ്പുണ്ട്. അമ്മ ഷോക്സ് എടുക്കാൻ വേണ്ടി എന്തായാലും നൈസാണ്. ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഇനി എനിക്ക് പോകുന്നിടത്ത് വേണം ഇതിൻ്റെ അകത്തുനിന്ന് കയറാൻ. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എളുപ്പം ഇറങ്ങാൻ വേണ്ടി ഇതിലോട്ട് കയറിയതാണ്. അതുകൊണ്ട് ശാലുവണ്ണ നടന്ന് അപ്പുറത്ത് ചെന്ന് ഞാൻ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നതേ ഉള്ളൂ. കൊള്ളാം. ഇതിന് നല്ലത് അപ്പുറത്ത് സ്റ്റെപ്പോട് ഇറങ്ങിപ്പോകുന്നതായിരുന്നു. എന്നെക്കാളും മുന്നേ വന്നില്ലേ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മാളാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 100-150 മീറ്റർ ഇല്ല ഇങ്ങോട്ട് വരാൻ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നോക്ക് ഇനി സെൽഫി ഒന്നും എടുക്കാൻ പറ്റില്ലേ. നാളെ പോവാം. അപ്പോൾ നാളെ അണ്ണൻ അങ്ങോട്ട് പോവാണ്. അതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കടയിലേക്ക് വന്നതാണ്. ഇറക്കരുത് കിടപ്പും. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. ഇപ്പം ഞങ്ങളുടെ അടുത്ത പരിപാടി ഇങ്ങനെ മുട്ടായിയൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഇത് നിറയെ മുട്ടായൊന്നുമല്ല. ഞങ്ങൾ താഴെ മൊത്തം ഞങ്ങൾ തുണിയെല്ലാം സെറ്റ് ചെയ്ത് മണ്ടയ്ക്ക് ഇപ്പോൾ എല്ലാം റെഡിയാക്കി. വെയിറ്റൊക്കെ നോക്കിയില്ലെങ്കിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത പണി കിട്ടും. അതുകൊണ്ട് ഇതെല്ലാം നേരത്തെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആകെ 30 കിലോയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇനി തൂക്കി നോക്കണം. കൂടുവാണെങ്കിൽ കുറേ മുട്ടായി വാരി ഇങ്ങനെ എടുക്കണം. ഞങ്ങളപ്പോൾ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. ഇന്നോടല്ലേ അന്ന് ഈ രാത്രിയിലേക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് നാട്ടിലോട്ട് കയറി പോകല്ലേ. ഇങ്ങനെ ചുമ്മാ ഇവിടേക്ക് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഈ വണ്ടിയൊക്കെ ഉണ്ടല്ലേ, ഇതിലൊക്കെ ഒരു വേക്കൻസി കിട്ടുമായിരുന്നു. ഇതെന്താണ് ഇത്? വലിയ ട്രെയിനാണ്. എന്ത് സാധനമെന്നൊരു മനസ്സിലായിട്ടില്ല. റോഡിൻ്റെ നടുക്ക് കൊണ്ടിട്ട് ഒരു പരിപാടി. എന്തായാലും നമുക്ക് ATM വരെ പോകണം. അങ്ങോട്ട് പോവാം. അങ്ങനെ അണ്ണൻ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നു. അണ്ണനകത്ത് ATM കൗണ്ടർ. ഇനി നമ്മളിവിടെ ഒറ്റയാവുകയാണല്ലോ. കുഴപ്പമില്ല, അണ്ണൻ പോട്ടെ, പോയിട്ട് വരട്ടെ. അണ്ണൻ ലീവിന് പോവാം, പോയിട്ട് വരും. എത്ര മാസത്തേക്കാണെന്നറിയത്തില്ല, 2 മാസത്തേക്കാന്ന് തോന്നുന്നു. അപ്പോൾ അണ്ണൻ വന്നിട്ടുണ്ട്. എത്ര മാസത്തേക്കാണോ പോകുന്നത്?
അപ്പോൾ 2 മാസത്തേക്ക് ഞാനിവിടെ അനാഥപ്രേതത്തെ പോലെ ഇനി നടക്കേണ്ടി വരും. ചേട്ടനില്ല ഇനി. അപ്പോൾ എന്തായാലും എത്ര മണിക്കാ? ഇനി നേരം വെളുക്കുന്ന രാവിലെ 9:45 ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾക്കിനി അങ്ങോട്ട് പോകണം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് സ്ഥലത്ത് വരെ ഒന്ന് പോകാനുണ്ട്. അങ്ങോട്ട് പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ അണ്ണനെ കൊണ്ടുവിടാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. ഇതിലാണ്, ഈ വണ്ടിയിലാണ് കൊണ്ടുവിടാൻ പോകുന്നത്. മണ്ണിറങ്ങി വരാനുണ്ട്. എന്തായാലും അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ എന്തായാലും സാധനമൊക്കെ കയറ്റി വെച്ച് ഇനി സൗദിയിലോട്ട് 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഇനി അണ്ണനെ പോയി വിളിക്കാം. അണ്ണൻ റെഡിയാകുന്നേ ഉള്ളൂ. പൂച്ചയോടൊക്കെ യാത്ര പറയാൻ വേണ്ടി പോയേക്കുന്നു. എന്തിയെ കാണുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. ചെത്ത് വിളിക്കാം. വാ, യാത്രയൊക്കെ പറഞ്ഞ എന്തായാലും സമയം കറയണ്ട, കയറി പോവാം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നു. എന്താ പറ്റി? എന്തെങ്കിലും എടുക്കാണ്ടോ? അപ്പോൾ എന്തായാലും ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവാം. ഇനി 2 മാസം കഴിഞ്ഞ് നമുക്ക് വീഡിയോ കാണാം. പോ, എയർപോർട്ടിലോട്ട് ചെന്നിട്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മളവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട്. ഇനി എയർപോർട്ടിൽ ചെന്ന് അണ്ണൻ നാട്ടിലോട്ടും പോവും, ഞാൻ തിരിച്ച് റൂമിലോട്ട്. അല്ല, കറക്റ്റ് എത്ര മണിക്ക്? 7:00 റിപ്പോർട്ട് ചെയ്യണം. 9:40 അല്ലേ? 7:40, 8:40, 9:40. നമ്മളിപ്പോൾ ചെന്ന് കയറിയാലും ചിലപ്പോൾ ക്യൂ ഒക്കെ തുടങ്ങാം. ചെക്കിൻ ഇതിനുള്ള ചെക്കിൻ ചെയ്യാനുള്ള ക്യൂ ഒക്കെ തുടങ്ങി. എവിടെ? നമ്മൾ ഈ താഴെയല്ലേ? നമുക്ക് ഡിപ്പാർച്ചർ അല്ലേ? റോഡ് തിരക്കുറവുണ്ടല്ലേ? രാവിലെ അല്ലേ? എന്തായാലും ഇതാണ് നമ്മുടെ എയർപോർട്ട് റോഡ്. ഇപ്പം തിരക്കില്ലാത്തത് രാവിലെ ആയതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാണ് എയർപോർട്ട് റോഡ്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. എത്താറായി? ഇനിയും ഒരു 10-12 കിലോമീറ്റർ കൂടെ ഉള്ളൂ. എത്താറായി. അങ്ങനെ നമ്മൾ അവസാനം എയർപോർട്ടിൻ്റെ അടുത്തെത്തി. അകത്തോട്ട് കയറാൻ പോകുന്നു. എന്നാൽ ഇനി ഞാനൊന്ന് കയറിപ്പോന്നു. പ്ലെയിനൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? കാണുമ്പോൾ ഒരാഗ്രഹം. നാട്ടിൽ നിന്നപ്പോൾ ഇങ്ങോട്ട് കയറി വരാനായിരുന്നു ആഗ്രഹം. ഇപ്പം തിരിച്ചു പോകാൻ. എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കാം. പെട്ടെന്ന് കൊണ്ടുപോവാ സാധനമൊക്കെ. ഇവിടെ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചേട്ടനെ എയർപോർട്ടിൽ വിട്ട് ഇനി നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഇനി റൂമിലോട്ട് ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത കൂട്ടായിരിക്കും. ഇത്രയും നാൾ എനിക്ക് വന്ന സമയത്ത് പാചകവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. എല്ലാം ശാലു കൊണ്ടാണ് എല്ലാം ചെയ്തത്.
എന്നെ കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചു കേട്ടാ. എന്നോട് പറഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞിട്ട് നീ തന്നെത്താനെ കുക്ക് ചെയ്ത് കഴിക്കണമെന്നൊക്കെ. ഒരു സ്വന്തം അനിയനെ പോലെ ഇത്ര നാളും എന്നെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അറബിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അണ്ണനെ വിളിക്കും. അണ്ണൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇനി എന്ത് ചെയ്യുമെന്ന് എന്തായാലും അണ്ണൻ പോയിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ ഏട്ടനെ കൊണ്ട് വിട്ടിട്ട് റൂമിലോട്ട് വന്നു. റൂമിലോട്ട് വന്നപ്പോൾ എന്തോ പോലെ. എന്തായാലും നല്ല രീതിയിൽ പോയിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും നമ്മളെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ ഇരിക്കുക.